കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. മിനിസ്റ്റർ, ഇത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് അമരക്കുനി നിവാസികളെ സംബന്ധിച്ചിടത്തോളം, വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പരിശ്രമമാണ്. ആ ദൗത്യം ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ ആശങ്കയിലാക്കിയ കടുവയെ പിടികൂടാൻ സാധിച്ചു എന്ന വാർത്ത ജനങ്ങൾ ആശ്വാസത്തോടുകൂടി ശ്രവിച്ചതുപോലെയാണ് ഞാനും ആശ്വാസത്തോടുകൂടി ശ്രവിച്ചത്. വനംവകുപ്പിലെ ജീവനക്കാർ ജനങ്ങളുമായി സഹകരിച്ച് അക്ഷീണം മാതൃകാപരമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ കടുവയെ കൂട്ടിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ജനങ്ങളുമായി സഹകരിച്ച് ഈ പ്രവർത്തനം നടത്തിയ എല്ലാ വനംവകുപ്പ് ജീവനക്കാരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ അക്രമത്തിന്റെ ഫലമായും തുടർന്നായും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കൃഷിനാശം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ട മറ്റു നടപടികൾ താമസിയാതെ തുടങ്ങാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കടുവ അവശനിലയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കടുവയെ സംരക്ഷിക്കുക എന്ന ഒരു ജോലി കൂടി ഇനി അങ്ങോട്ട് വനംവകുപ്പിലെ ജീവനക്കാർക്ക് ചെയ്യാനുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയെ പോലെ പ്രഗത്ഭരായ ഡോക്ടർമാർ അവിടെയുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പോൾ കൂട്ടിലായ കടുവയെ വാഹനത്തിൽ കയറ്റി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നില്ല നടപടികളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു 10 ദിവസത്തെ ഉത്കണ്ഠക്കും ആശങ്കക്കും പരിഹാരമുണ്ടാക്കി എന്ന വാർത്ത കേരളം ആശ്വാസത്തോടു കൂടിയാണ് ശ്രമിക്കുന്നത്. മിനിസ്റ്റർ, തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? കടുവയെ എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? അല്ല, അത് അവർ കൂടിയാലോചന നടത്തുന്നതേ ഉള്ളൂ. ഏറ്റവും ഉചിതമായ അതിനാൽ അവർക്ക് ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്.